ഫയർ ആൻഡ് റെസ്ക്യൂയുടെ 5ാമത്തെ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിലൂടെ നമുക്ക് 1 മാർക്കിനുള്ളത് ഉറപ്പിക്കാം. 1 മാർക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പോൾ 20ഓളം ക്വസ്റ്റ്യനാണ് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. അപ്പം അതിലെ 1 മാർക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് മെത്തേഡ്സ് ഓഫ് ഫയർ എക്സ്റ്റിങ്ഷൻ, അഗ്നിശമന മാർഗ്ഗങ്ങൾ. കൂളിംഗ്, സ്മെതറിംഗ്, സ്റ്റാർവേഷൻ, ഇതാണ് ആ 3 മെത്തേഡ്സ്. നമ്മൾ ഫയർ ട്രയാങ്കിൾ പഠിച്ചിട്ടുണ്ട്. ഓക്സിജൻ, ഹീറ്റ്, ഫ്യൂവലിൻ്റെ സാന്നിധ്യത്തിലാണ് ഫയർ ഉണ്ടാകുന്നത്. അപ്പം ഏതെങ്കിലും ഒരു ഘടകത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതാക്കുകയാണെങ്കിൽ അവിടെ ഫയർ ഇല്ല. അപ്പോൾ ആ സാന്നിധ്യം ഇല്ലാതാക്കുന്നതിനെയാണ് കൂളിംഗ്, സ്മെതറിംഗ്, സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. കൂളിംഗ്, റിമൂവൽ ഓഫ് ഹീറ്റ്. ബെസ്റ്റ് കൂളിംഗ് മീഡിയ എന്ന് പറയുന്നത് വാട്ടറാണ്. അപ്പം ഹീറ്റിനെ ഇല്ലാതാക്കണം, നമ്മൾ വാട്ടർ ഉപയോഗിച്ച് ഇല്ലാതാക്കുന്നതിനാണ് ഈ കൂളിംഗ് എന്ന് പറയുന്നത്. സ്മെതറിംഗ്, റെഡ്യൂസിങ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ, കട്ടിങ് ഓഫ് ദ സപ്ലൈ ഓഫ് ഓക്സിജൻ, ബ്ലാങ്കറ്റിങ്, യൂസ് ഓഫ് ഫോം ഒക്കെയാണ് അതിൻ്റെ മെത്തേഡ്സ് സ്മെതറിങ്ങിൻ്റെ. അപ്പോൾ സ്മെതറിംഗ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഇല്ലാതാക്കുന്ന ആ പ്രക്രിയയ്ക്കാണ് സ്മെതറിംഗ് എന്ന് പറയുന്നത്. സ്റ്റാർവേഷൻ, റിമൂവൽ ഓഫ് ഫ്യൂവൽ ഓർ റിമൂവൽ ഓഫ് കമ്പസ്റ്റബിൾ മെറ്റീരിയൽസ്. അപ്പം കത്തുന്ന എന്ത് ഫ്യൂവലാണോ, എന്ത് ഇന്ധനമാണോ കത്തുന്നത് അതിനെ ഇല്ലാതാക്കുന്നത് കൊണ്ട് അഗ്നിശമനം സാധ്യമാക്കുന്നതിനാണ് സ്മെതറിംഗ്, സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർവേഷൻ നമ്മൾക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്റ്റാർവേഷൻ, അഗ്നിയിൽ നിന്നും ഇന്ധനത്തെ നീക്കം ചെയ്ത് തീ കെടുത്തുന്ന രീതിയാണ് സ്റ്റാർവേഷൻ. അഗ്നിബാധയുള്ള സ്ഥലങ്ങളിൽ തീ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളെ നീക്കുന്നതും കാട്ടുതീ നിയന്ത്രണത്തിന് കാട് വെട്ടിത്തിളച്ച് ഫയർ ബ്രേക്ക് ഉണ്ടാക്കുന്നതും ഇതിന് ഉദാഹരണമാണ്. നിയന്ത്രിതമായ രീതിയിൽ കത്താൻ അനുവദിക്കുന്നത് കൺട്രോൾഡ് ബേണിംഗ് എന്ന് പറയും, അതും സ്റ്റാർവേഷന് ഉദാഹരണമാണ്. കാട്ടുതീക്ക് എതിർദിശയിൽ തീ പിടിപ്പിച്ച് വ്യാപനം തടയുന്ന പ്രവർത്തനം, അതിന് പറയുന്ന പേരാണ് കൗണ്ടർ ഫയർ, അതും ഈ സ്റ്റാർവേഷൻ പ്രക്രിയയിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത സ്മെതറിംഗ്, കത്തുന്ന ഇന്ധനങ്ങളുടെ സമീപത്തു നിന്നും ഓക്സിജനെ നീക്കം ചെയ്യുകയോ ഓക്സിജൻ്റെ അളവ് ലഘൂകരിക്കുകയോ ഇന്ധനവും ഓക്സിജനുമായുള്ള സമ്പർക്കം ഒഴിവാക്കുകയോ വഴി അഗ്നിശമനം സാധ്യമാക്കുന്ന രീതിയാണ് സ്മെതറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറേ ഉദാഹരണങ്ങളുണ്ട്. അടഞ്ഞ മുറികളിലും മറ്റും ഉണ്ടാകുന്ന അലസവാതകങ്ങൾ ഉപയോഗിച്ച് അത് ഫില്ല് ചെയ്യുമ്പം അവിടുത്തെ ഓക്സിജൻ ഇല്ലാതായിക്കോളും. കാർബൺ ഡൈ ഓക്സൈഡ് റൂമിൽ ഫില്ല് ചെയ്തിട്ട് ഓക്സിജൻ ഇല്ലാണ്ടാക്കുമ്പം അവിടെ ഫയർ അണയും. നനഞ്ഞ ചാക്ക്, കമ്പിളി ഷീറ്റ് ഒക്കെ തീയിലേക്ക് എടുത്തിടുമ്പം അവിടെ ഓക്സിജൻ ഇല്ലാണ്ടാവും. അതോടെ ഫയർ അണഞ്ഞു നോക്കുള്ളൂ. പിന്നെ പാത്രത്തിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തിൽ അടപ്പ് കൊണ്ട് മൂടിയാൽ മതി, അവിടെ ഓക്സിജൻ ഇല്ലാണ്ടായിക്കോളും. അല്ലെങ്കിൽ ഓക്സിജൻ തീർന്ന് അവിടെ ഫയർ ഇല്ലാതായിക്കോളും. അപ്പം ഈ ഗ്യാസിലൊക്കെ നേരെ ഡയറക്റ്റ് ജെറ്റ് ഫയർ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ നമ്മൾ നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നനഞ്ഞ ചാക്ക്, എന്തെങ്കിലും നനഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഓക്സിജൻ അവിടെ ഇല്ലാണ്ടാക്കിയാൽ മതി, അതിനെ മണ്ടയിലേക്ക് മൂടിയാൽ മതി, അതവിടെ കെട്ടോളും. ഇനി അടുത്ത കൂളിംഗ്, കത്തുന്ന വസ്തുവിൻ്റെ താപത്തെ ലഘൂകരിച്ച് അതിൻ്റെ ജ്വലന ഊഷ്മാവിനെ താഴെ എത്തിച്ചിട്ട് തീ കെടുത്തുന്ന രീതിയാണ് കൂളിംഗ്. വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ട് തീ കെടുത്തുന്ന രീതിയാണ് ഈ കൂളിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളിനി ഇൻഹിബിഷൻ ഓഫ് ചെയിൻ റിയാക്ഷൻ എന്താണെന്ന് നോക്കുവാണ്. തീയുടെ വ്യാപനത്തിന് ഹേതുവായ ചെയിൻ റിയാക്ഷൻ തടസ്സപ്പെടുത്തി അഗ്നിശമനം സാധ്യമാക്കുന്ന രീതിയാണ് ഇൻഹിബിഷൻ ഓഫ് ചെയിൻ റിയാക്ഷൻ. ഡ്രൈ കെമിക്കൽ പൗഡർ DCP ഉപയോഗിച്ച് തീ കെടുത്തുന്നതാണ് ഇൻഹിബിഷൻ ഓഫ് ചെയിൻ റിയാക്ഷൻ പറയുന്നത്, ഉദാഹരണമാണ് അതിൻ്റെ. നമ്മളിനി അറിയാൻ പോകുന്നത് MSDSനെ പറ്റിയാണ്. അതിൻ്റെ ഫുൾ ഫോം മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്, അത് ഓർത്ത് വെച്ചോണം. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. ഒരു MSDS എന്നത് അപകട സാധ്യതകളെക്കുറിച്ചും ആരോഗ്യം, തീ, പ്രതിപ്രവർത്തനം, പരിസ്ഥിതി, രാസ ഉൽപ്പന്നങ്ങൾ എന്നിവ എങ്ങനെ സുരക്ഷിതമായി ഉപയോഗിക്കാം തുടങ്ങിയ വിവരങ്ങൾ അടങ്ങുന്ന ഒരു രേഖയാണ് MSDS. MSDSൽ ലേബലിനേക്കാൾ മെറ്റീരിയലിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതലായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മെറ്റീരിയലിൻ്റെ വിതരണക്കാരനോ നിർമ്മാതാവോ ആവാം അത് തയ്യാറാക്കുന്നത്. ഉൽപ്പന്നത്തിൻ്റെ അപകട സാധ്യതകൾ എന്തൊക്കെയാണ്, ഉൽപ്പന്നം എങ്ങനെ സുരക്ഷിതമായി ഉപയോഗിക്കാം, ശുപാർശകൾ പാലിച്ചില്ലെങ്കിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്, അപകടം സംഭവിച്ചാൽ എന്ത് ചെയ്യണം എന്നീ ഭൗതിക വിവരങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മെറ്റീരിയലിൻ്റെ രാസഗുണങ്ങൾ, അപകട സാധ്യതകളുമായി ബന്ധപ്പെട്ട അടിയന്തര നടപടിക്രമങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാസവസ്തുക്കൾ, രാസസംയുക്തങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പ്രാഥമികമായി അപകടകരമായ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ ഉപയോഗത്തിനായിട്ടാണ് ഈ MSDS തയ്യാറാക്കുന്നത്. ഓരോ 3 വർഷത്തിലും MSDS അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ മെറ്റീരിയലിനെ കുറിച്ച് പുതുതായി വിവരങ്ങൾ ലഭ്യമായാൽ ഈ ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മെറ്റീരിയൽ ഡാറ്റ ഷീറ്റിൽ 9 to 16 വരെയുള്ള വിഭാഗങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഓരോ രാജ്യത്തിലും MSDS ഫോർമാറ്റ് വ്യത്യാസമാണ്. MSDSലെ പ്രധാന വിഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെറ്റീരിയലിനെ തിരിച്ചറിയൽ, ഭൗതികവും രാസപരവുമായ സവിശേഷതകൾ, സ്ഫോടന നിയന്ത്രണ വിവരങ്ങൾ, പ്രതിപ്രവർത്തന അപകട വിവരങ്ങൾ, ആരോഗ്യ അപകട വിവരങ്ങൾ, അപകട സാധ്യതകളുടെ വിശകലനം, അടിയന്തരവും പ്രഥമ ശുശ്രൂഷയും കുറിച്ചുള്ള വിവരങ്ങൾ, നിർമ്മാതാക്കൾ,
വിതരണക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ. ഇതൊക്കെയാണ് MSDSൽ കൊടുത്തിട്ടുള്ള പ്രധാന വിഭാഗങ്ങൾ. അതിൻ്റെ ഡെഫിനിഷൻ, MSDSൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. എ ഡോക്യുമെൻറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് വർക്കേഴ്സ് വിത്ത് പ്രൊസീജിയേഴ്സ് ഫോർ സേഫ്റ്റി ഹാൻഡ്ലിംഗ് ഓർ വർക്കിംഗ് വിത്ത് എ പർട്ടിക്കുലർ സബ്സ്റ്റൻസ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ് അടുത്ത ദിവസം ഉണ്ടായിരിക്കും.